പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ തിരുനാമം ഈ നല്ല സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരു ചെറിയ ചിന്ത ഈ സമയത്ത് പ്രിയപ്പെട്ട ശ്രോതാക്കളോടുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ, വിശേഷാൽ സുവിശേഷങ്ങൾ നാം പഠിക്കുമ്പോൾ യേശുതമ്പുരാൻ അനേക അത്ഭുതങ്ങളെ ചെയ്തു. വ്യത്യസ്ത രീതിയിലുള്ള അത്ഭുതങ്ങൾ, അടയാളങ്ങൾ യേശു കർത്താവ് ചെയ്തതായി നാം തിരുവചനത്തിൽ പഠിക്കുന്നുണ്ട്. യേശു തൊട്ടവരുണ്ട്, യേശുവിനെ തൊട്ടവരുണ്ട്. വിടുതലിന് വേണ്ടി യേശുവിൻ്റെ അടുക്കിലേക്ക് ആവേശത്തോടെ ഓടിയെത്തിയ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ 18 വർഷമായ ഒരു സഹോദരിയെക്കുറിച്ച്, ഒരു രോഗബന്ധനത്താൽ ഭാരപ്പെടുന്ന ഒരു സഹോദരിയെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 10-ാം വാക്യം മുതൽ പഠിക്കുമ്പോൾ, ആലയത്തിൽ ആരാധനയ്ക്കായി യേശുതമ്പുരാൻ പോയ സമയത്ത് 18 സംവത്സരമായി കൂനിയായിരിക്കുന്ന, ശരീരം ഒട്ടും നിവർത്തുവാൻ കഴിയാതെ കൂനിയായിപ്പോയ ഒരു സഹോദരി. എന്നാൽ ഇവളുടെ ചില പ്രത്യേകതകളുണ്ട്. ഇവൾ ജനിച്ചപ്പോഴുള്ള കൂനല്ല, ഇവൾ വളർന്നു ചില നാളുകൾ മുന്നോട്ട് പോയി. പക്ഷേ ഇവളെ ബന്ധിച്ച ഒരു ബന്ധനം വളരെ വ്യക്തമായി, അതെങ്ങനെയാണ് അവൾക്കത്, ഇത് ഏത് ബന്ധനമാണ്, ആരാണ് ബന്ധിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. സാത്താൻ 18 വർഷമായിട്ട് അവളെ ബന്ധിച്ചു. സാത്താൻ ബന്ധിക്കണമെങ്കിൽ സാത്താൻ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അജണ്ട വേണം. ഇവളുടെ നന്മയെ, ഇവളുടെ ഭാവിയെ, ഇവളുടെ ആരോഗ്യത്തെ, ഇവളുടെ സൗന്ദര്യത്തെ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവളുടെ ശരീരത്തെ ബന്ധിച്ചത്. ഇവൾ നേരെ നിൽക്കരുത്, ഇവൾ നിവർന്ന് നിൽക്കരുത് എന്ന് സാത്താന് പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് 18 വർഷം സാത്താൻ അവളെ വിജയിച്ചു, അവളുടെ മേൽ ജയിച്ചു. എന്നാൽ ജീവിതകാലം മുഴുവനും അവളെ രോഗിയാക്കുവാൻ സാത്താൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ സാത്താൻ്റെ പദ്ധതികളെ പൊളിക്കാൻ ഒരുവൻ ആലയത്തിൽ വന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. കൂനിയായ സ്ത്രീക്ക് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. ഓരോ വർഷം ചെല്ലുന്തോറും, നാളുകൾ ചെല്ലുന്തോറും ശരീരം കുനിഞ്ഞു കുനിഞ്ഞ് ഒട്ടും നിവരുവാൻ കഴിയാതെ, വിശുദ്ധ തിരുവെഴുത്ത് അങ്ങനെയാണ് പറയുന്നത്, ഒട്ടും നിവരുവാൻ കഴിയാതെ. നിങ്ങൾ ചിന്തിച്ച് ചോദിക്കുക, അങ്ങനെയുള്ളവരുടെ അവസ്ഥകൾ പണ്ട് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. കൂനായി നടക്കുന്ന, കൂന് വന്ന് വളരെ ഭാരപ്പെടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇന്നങ്ങനെയുള്ളവരെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല, എവിടെയെങ്കിലും അപൂർവമായിട്ട് കാണുന്നുള്ളൂ. പക്ഷേ പണ്ടൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. എന്നിവിടെ ശ്രദ്ധിച്ച്, സാത്താൻ ബന്ധിച്ച 18 വർഷം ഭാവിയെ ലക്ഷ്യമാക്കി, സൗന്ദര്യത്തെ, ആരോഗ്യത്തെ, നന്മയൊക്കെ ലക്ഷ്യമാക്കി ബന്ധിച്ച ബന്ധനം അല്ലേ? പക്ഷേ 18 വർഷമായിട്ട് കൂനുണ്ടായിരുന്നിട്ടും, ഒട്ടും നിവരുവാൻ കഴിയാതിരുന്നിട്ടും അവൾ ആരാധന മുടക്കിയില്ല. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ആരാധനകളും പ്രാർത്ഥനകളും യോഗങ്ങളും ഒക്കെ മുടക്കുന്ന അനേകരെ നമുക്ക് ചുറ്റിനുമുള്ളപ്പോൾ, വലിയ രോഗത്തിനടിമയായിട്ടും ഓരോ ദിവസം ചെല്ലുന്തോറും രോഗത്തിൻ്റെ അവസ്ഥ വർദ്ധിച്ചു വന്നിട്ടും അവൾ എന്ത് ചെയ്തു? അവളുടെ ആരാധന, അവളുടെ ഭക്തി അവൾ കളഞ്ഞില്ല. അവൾ ആലയത്തിൽ പോയി. കാരണം അവൾക്കറിയാം, ഇച്ചിരി സമാധാനം കിട്ടുന്നതും ഹൃദയമൊന്ന് തകർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നതും ഉള്ള അവസ്ഥ തുറന്നു പറയാൻ കഴിയുന്നൊരിടം ദൈവസന്നിധിയിലാണ്. അപ്പോൾ 18 വർഷമായി അവൾ കൂനിയാണ്. എന്നിട്ടും അവൾ ആലയത്തിൽ പോയി. ആരാധന മുടക്കിയില്ല, കൂട്ടായ്മ മുടക്കിയില്ല. അവൾക്ക് ആരുടെയും മുഖം കാണാൻ കഴിയത്തില്ല. കാരണം നേരെ നോക്കാൻ കഴിയാത്തത് കൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല. എല്ലാവരും നേരെ നിന്നും ഇരുന്നൊക്കെ ആരാധിക്കുമ്പോൾ ആരുടെയും മുഖത്തേക്ക് മുകളിൽ നോക്കാൻ കഴിയാതെ വല്ലാത്തൊരവസ്ഥയിൽ ആ പ്രിയപ്പെട്ട സഹോദരി ആയിരിക്കുമ്പോൾ, അവൾ നോക്കുന്നത് മുഴുവനും താഴോട്ടാണ്. കാരണം നമുക്ക് നേരെ നോക്കാൻ പറ്റുന്നില്ല, നടക്കുവാനും ബുദ്ധിമുട്ടാണ്. എന്നിട്ടും അവൾ ആരാധന നഷ്ടപ്പെടുത്തിയില്ല. പ്രൈസ് ലോർഡ്. കഴിയുമെങ്കിൽ പ്രിയമുള്ളവരോട് പറയട്ടെ, പലതിൻ്റെയും പേരിൽ പല കാര്യങ്ങളും പറഞ്ഞ് ആരാധനയും കൂട്ടായ്മകളും മുടക്കുന്ന ആളുകൾ ഒത്തിരിയുണ്ട്. ദയവ് ചെയ്ത് ദൈവത്തെ മറക്കരുത്. ആരാധനകൾ മുടക്കരുത്, പ്രാർത്ഥന മുടക്കരുത്, യോഗങ്ങൾ മുടക്കരുത്, സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുതെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു.
കാരണം ദൈവമാണ് നമുക്ക് ആരോഗ്യം തന്നത്, ദൈവമാണ് നമുക്ക് ബലം തന്നത്, ദൈവമാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്നത്, ദൈവമാണ് നമ്മുടെ വിഷയത്തിന് പരിഹാരം തരുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എന്നും വിശ്വസ്തത കാണിക്കണം, നന്ദിയുള്ളവരായിരിക്കണം. അങ്ങനെ 18 വർഷമായി ആരാധന മുടക്കാതെ ആലയത്തിൽ പോയവൾ, അവളുടെ ദിവസം വന്നു, അവളുടെ ചാൻസ് വന്നു, അവളുടെ അവസരം വന്നു. ഈ 18 വർഷം ആരാധനയ്ക്ക് പോകുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അവൾ അത്ര ആഗ്രഹിച്ചിട്ടും അവളുടെ ബന്ധനം അഴിയുന്നില്ല. എന്നാൽ അവൾ തളർന്നുപോയില്ല, നിരാശപ്പെട്ടില്ല. അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ ആരാധനയിലെത്തിയൊരു ദിവസം നമ്മുടെ കർത്താവ് അവിടെ എത്തി. ആ ദിവസം അവളുടെ വിടുതലിൻ്റെ ദിവസമായിരുന്നു. ദൈവമക്കളെ, ഒരു കാര്യം പറയാം. ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ സഹോദരി ഇന്ന് തീരെ വയ്യ, ഇന്ന് ഞാൻ ആരാധനയ്ക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നായിരുന്നെങ്കിൽ ഒരുപക്ഷേ അവൾക്ക് വിടുതൽ കിട്ടത്തില്ലായിരുന്നു. ഇപ്പോൾ ആരാധന മുടക്കാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം, ഏത് ദിവസമാണ് എൻ്റെ വിടുതലിൻ്റെ ദിവസമെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഒറ്റ ആരാധന പോലും ഞാൻ മുടക്കത്തില്ല. കാരണം എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നൊരു ദിവസം ആലയത്തിനകത്തുണ്ട്. അതുകൊണ്ട് ഞാൻ മുടങ്ങാതെ കൂട്ടായ്മ കാര്യസാധ്യത്തിന് വേണ്ടിയല്ല. പക്ഷേ അവൾ ദൈവകൃപയിൽ ആശ്രയിച്ച് അവൾ ആരാധനയ്ക്ക് വരുമ്പോൾ അവൾക്ക് ഓരോ കൂട്ടായ്മയിൽ ഒരു പ്രതീക്ഷയുണ്ട്, ഇന്നെൻ്റെ വിടുതലായിരിക്കാം. പക്ഷേ തമ്പുരാനോട് വന്നപ്പോൾ അവളുടെ അവസരമാണ് അവൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ. കേട്ടോ, നാം മുടക്കാതെ, കൂട്ടായ്മ മുടക്കാതെ മുന്നോട്ട് പോയാൽ നമ്മുടെ വിടുതലിൻ്റെ ദിവസമായിരിക്കാമെന്ന്. നമ്മളെ വിടാതിരിക്കാൻ സാത്താൻ പല തന്ത്രങ്ങളും മെനയും, പിശാച് പലതും ശ്രമിക്കും. പക്ഷെ നമ്മളതെല്ലാം അതിജീവിച്ച് ആരാധനയ്ക്ക് പോയാൽ അന്ന് നമ്മുടെ വിടുതലിൻ്റെ ദിവസമാണ്. പ്രിയമുള്ളവരെ, അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. നമുക്കൊരു വലിയ വിശാലത ഒരുക്കി തരുന്ന ദിവസമായിരിക്കും ആ ദിവസം. പിശാചിന് ഇഷ്ടമല്ല നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതും വിടുവിക്കപ്പെടുന്നതും. അതുകൊണ്ട് നാം തിരിച്ചറിയണം, ആ ദിവസത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുമ്പോൾ നാം ആലയത്തിനകത്തുണ്ടായാൽ അന്ന് നിശ്ചയമായും നമ്മുടെ ബന്ധനങ്ങളെ സ്വർഗമഴിക്കുന്ന ദിവസമാണ്. യേശു അവളെ കണ്ടു. നോക്കിയേ, ഇവർക്ക് യേശുവിനെ കാണാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ താഴോട്ടാണ് നോക്കുന്നത്, കുനിഞ്ഞിരിക്കുക, ശരീരം കുനിഞ്ഞുപോയി. പക്ഷേ തമ്പുരാൻ അവളെ കണ്ടു. കർത്താവ് വചനം ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സമയത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അവളെ കണ്ടു. കർത്താവ് നമ്മെ കാണുന്നുണ്ട് കേട്ടോ, നമ്മെ അറിയുന്നുണ്ട് യേശു. അടുത്തിരിക്കുന്ന വിശ്വാസിയോ അടുത്തിരിക്കുന്ന ആളുകളോ ആരും അറിയുന്നില്ല. പക്ഷേ നമ്മെ അറിയുന്ന ഒരു യേശു, ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളെയാണ് നമ്മളിലൂടെ കാണുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ നാം പറഞ്ഞില്ലെങ്കിലും നമ്മുടെ പ്രശ്നങ്ങളെ നമ്മളിലൂടെ വായിച്ചറിയുന്ന നല്ല കർത്താവിനെയാണ് ഞാനിവിടെ ഉയർത്തുന്നത്. അവളെ കാണുക മാത്രമല്ല ചെയ്ത്, അവളെ അടുക്കിലേക്ക് വിളിച്ചു. കർത്താവ് നമ്മെ തന്നോട് അടുപ്പിക്കുന്ന ദൈവമാണ്, നമ്മെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ്. പലരും അവളെ പരിഗണിക്കുന്ന പോലുമില്ലായിരുന്നു. പലരും അവളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അവളോട് ആരും ആരാധന കഴിയുമ്പോൾ സംസാരിക്കും പോലും സമയമെടുക്കുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കർത്താവ് അവളെ വിളിച്ചു. അവൾ യേശുവിൻ്റെ അടുക്കൽ ചെന്നു. കർത്താവ് തൻ്റെ അടുക്കിലേക്ക് നമ്മളെ വിളിക്കുമ്പോൾ നാം സ്നേഹത്തോടും അനുസരണത്തോടും അടുത്ത് ചെല്ലണം. കർത്താവിനോട് അടുത്ത് ചെല്ലുമ്പോൾ യഥാർത്ഥ അനുഗ്രഹവും വിടുതലും നമുക്ക് കിട്ടും. യേശുവിൻ്റെ അടുക്കിലേക്ക് അവൾ ചെന്നു. പ്രിയമുള്ളവരെ, എന്നിട്ടോ എന്താണ് അവിടെ സംഭവിച്ചത്? യേശു അവളെ തൊട്ടു. പുരോഹിതന്മാർക്ക് അവളെ തൊട്ടൊന്ന് പ്രാർത്ഥിക്കാൻ ഒരു വശം കഴിഞ്ഞില്ല. ചിലപ്പോൾ സാധിച്ചില്ലായിരിക്കാം, അവസരം കിട്ടിയില്ലായിരിക്കാം, പലരും മൈൻഡ് ചെയ്യാതെ പോയി. എന്നാൽ യേശു അവളെ തൊട്ടു. യേശുവിൻ്റെ അടുക്കിലേക്ക് ആ കുനിയായ സഹോദരി വന്നപ്പോൾ, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ഒറ്റ വാക്കാണ് യേശു പറഞ്ഞത്, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. അവളുടെ മേൽ യേശു തൻ്റെ കരം വെച്ചു. തമ്പുരാൻ അവൻ്റെ കരം ആ സഹോദരിയുടെ മേൽ വെച്ചപ്പോൾ കർത്താവിൻ്റെ വാക്കിൻ്റെ ശക്തിയും സ്പർശനത്തിൻ്റെ ശക്തിയും ഒരേപോലെ അവിടെ വെളിപ്പെട്ടപ്പോൾ, അവളിലേക്ക് ആ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ, ആ വളഞ്ഞുപോയ ശരീരം, പോലെ പോയ ശരീരം, ഒട്ടും നുവരാൻ കഴിയാതിരുന്ന ശരീരം നിവരുവാനിടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. 18 വർഷമായി സാത്താനിട്ടിരുന്ന ബന്ധനം ക്ഷണത്തിൽ അഴിഞ്ഞുപോയി. അവൾ നിവർന്നു. കർത്താവിനെ അവൾ ആദ്യം കണ്ടു. അവൾ നാളുകളായി മനുഷ്യരെ കാണുന്നില്ല, പക്ഷേ അവൾ ആദ്യം കണ്ടത് വിടുവിച്ചവനെയാണ്. പിന്നെ അവിടെ ഇരിക്കുന്ന ദൈവജനത്തെ കണ്ടു, ദൈവത്തെ മഹത്വപ്പെടുത്തി. അനേക വർഷങ്ങളായി സാത്താൻ നമ്മുടെ മേലിട്ടിരിക്കുന്ന ബന്ധനം അഴിഞ്ഞു വരാൻ കർത്താവിനൊരു നിമിഷം മതി, അഴിച്ചു കളയാൻ. നമ്മളെ വ്യാപരിക്കുന്ന
നമ്മുടെ ഭാവിയെ ബാധിക്കുന്ന, നമ്മുടെ തലമുറയുടെ ഭാവിയെ ബന്ധിച്ചിട്ടിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങളും നമ്മെ വിടുവിക്കുവാൻ കർത്താവിൻ്റെ ഒരു സ്പർശനം മതി, ഒരു വാക്കു മതി പ്രിയരെ. അതുകൊണ്ട് ആ കർത്താവിൽ നമുക്കൊന്ന് ആശ്രയിക്കുവാൻ കഴിയണം, ശരണപ്പെടുവാനായിട്ട് കഴിയണം. 18 വർഷമായി ബന്ധിച്ചതുപോലെ നമ്മുടെ നന്മകളെ ബന്ധിച്ചിട്ടിരിക്കുന്ന, നമ്മുടെ അവകാശങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന, നമ്മുടെ ആത്മീയ ജീവിതത്തെ പോലും ഒതുക്കിയിട്ടിരിക്കുന്ന മേഖലകളിൽ നിന്നും പുറത്തു വരണമെങ്കിൽ തമ്പുരാൻ്റെ അടുക്കലേക്ക് വാ. ഏതു സമയത്ത് അവൻ്റെ അടുക്കൽ വന്നാൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സന്ദേശം ശ്രവിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സർവശക്തി അനുഗ്രഹിക്കട്ടെ.